പ്രഗ്നൻസി സമയത്ത്, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചിലർ വന്ന് കംപ്ലൈന്റ് പറയാറുണ്ട് ബ്രസ്റ്റിൽ നിന്ന് പാല് പോലത്തെ ഡിസ്ചാർജ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ബ്രസ്റ്റ് പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ വയറ് വളർന്ന് വരുന്നാവുന്നത് പോലെ അല്ലെങ്കിൽ കുഞ്ഞിൽ വ്യത്യാസങ്ങൾ വരുന്നത് പോലെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന 2 ഹോർമോണുകൾ കാരണമാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് ബ്രസ്റ്റിൽ. അപ്പോൾ ബ്രസ്റ്റിൽ എന്തൊക്കെ വ്യത്യാസം വരും? ഒരുപാട് ബ്രസ്റ്റ് വലിപ്പം വെക്കും, ബ്രസ്റ്റിനകത്ത് കുഞ്ഞു കുഞ്ഞു ട്യൂബുകളും കുഞ്ഞു കുഞ്ഞു ആൽവിയോളൊക്കെ ഡെവലപ്പ് ചെയ്യും, അതിനകത്ത് പാലുണ്ടാവും, അത് അതിനകത്ത് സ്റ്റോർ ചെയ്യും. പക്ഷെ ഇത് പുറത്ത് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു ഹോർമോൺ ഉണ്ട്, വേറെ 2 ഹോർമോൺസ് ഉണ്ട്, ഓക്സിറ്റോക്സിൻ ആൻഡ് പ്രൊലാക്റ്റിൻ. ഇത് രണ്ടുമാണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അമ്മയെ പാല് ഉണ്ടാക്കിക്കാനും പാല് കൂടുതൽ ഉണ്ടാകാനും പാലത് പുറത്തോട്ട് വരാനും ഹെൽപ്പ് ചെയ്യുന്ന 2 ഹോർമോൺസ്. ഇതിൽ ഓക്സിറ്റോക്സിൻ ആണ് മെയിൻ ആയിട്ട് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്ന് പറയുന്നത്, അതായത് പാല് പുറത്തോട്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ഈ ഹോർമോണിന് നമ്മുടെ യൂട്രസിനെ കൺട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനോ ഉള്ള കഴിവുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, ഇത് എൻ്റെ ഡെലിവറി പെയിൻ സ്റ്റാർട്ടിങ്ങിന്റെ ഇൻഡിക്കേഷൻ ആണോ? ആകാം. ചിലർക്ക് ഈ പാലിന്റെ പ്രൊഡക്ഷൻ വന്ന് ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്സിറ്റോക്സിൻ കാരണം സ്റ്റിമുലേറ്റഡ് ആയി പ്രിട്ടോം ലേബറിലോട്ട് പോകുന്നവരുണ്ട്. അല്ല, ടൂവേഴ്സ് ഡേറ്റ് അവരാണെങ്കിൽ ചിലപ്പം ഇതൊരു സിഗ്നൽ ആയിരിക്കാം, നേരത്തെ പെയിൻ വരുന്നതിന്റെ ഒരു സിഗ്നൽ ആയിരിക്കും. പക്ഷെ അത് മാത്രമായിരിക്കില്ല, എന്നാലും ആകാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? കൂടുതൽ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. അപ്പോൾ 1-2 ഡ്രോപ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോർമൽ. പക്ഷെ നിങ്ങൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ പാൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, കൂടുതൽ ഓക്സിറ്റോക്സിൻ സെക്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ യൂട്രസ് ചുരുങ്ങാനുള്ള ടെൻഡൻസി കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പം ടൂവേഴ്സ് ഡേറ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഡേറ്റ് ആയി ടേം ഡേറ്റ് ആയി. പക്ഷെ അതിന് കുറച്ച് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് വരുന്നത് അത്ര നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്ന് പേഷ്യൻ്റെ അടുത്ത് തന്നെ പറയും. അതിൽ എന്താണ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇങ്ങനെ ബ്രസ്റ്റിൽ മിൽക്ക് ഡിസ്ചാർജ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിപ്പിൾ സ്റ്റിമുലേഷൻ ആണ് മെയിൻ കാരണം. അത് എന്ത് കാരണമാവാം? ഒന്നുകിൽ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന വർക്കിന്റെ ഇടയ്ക്ക് ബ്രേസിയേഴ്സ് എന്തെങ്കിലും തട്ടിയിട്ട് അല്ലെങ്കിൽ ടൈറ്റ് ആയി പോയതുകൊണ്ട്, ഡ്രസ്സ് ഇടുന്ന ടൈറ്റ് ആയി പോയതുകൊണ്ട് അത് തട്ടിയിട്ട് നിപ്പിൾ സ്റ്റിമുലേഷൻ വഴി അങ്ങനെ വരുന്നതാണ്. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്തിട്ട് അങ്ങനെ വരുന്നതാവും. അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് മിൽക്ക് ഡിസ്ചാർജ് വരുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒന്ന് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക ഫർദറായിട്ട്, അതായത് പ്രസ് ചെയ്ത് നോക്കാണ്ടിരിക്കുക കൂടുതലായിട്ട് വരുന്നത്. 1 or 2 ഡ്രോപ്സ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ അതിലെന്തെങ്കിലും കളർ വ്യത്യാസം, അതായത് റെഡ് കളേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, റെഡ് കളർ, യെല്ലോ കളർ അങ്ങനെ എന്തെങ്കിലും കളർ വ്യത്യാസം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇത് വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ബ്രസ്റ്റ് ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുക, ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. കാരണം ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് ഒക്കെ വന്നാൽ ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ബ്രസ്റ്റിനുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതിന്റെ ഇൻഡിക്കേഷൻ ആവാം. അതുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ആവുന്നതിന് മുന്നേ തന്നെ അത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് പാഡ്സ്, സോഫ്റ്റ് ആയിട്ടുള്ള ബ്രസ്റ്റ് പാഡ്സ് കിട്ടും നിപ്പിൾ സ്റ്റിമുലേഷൻ ആവാതിരിക്കാൻ വേണ്ടി. അത് ബ്രേസേഴ്സിനകത്ത് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ഡിസ്ചാർജ് നേരത്തെ പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.